ഈ കരിങ്കൽ പടവുകൾ കയറി നമ്മൾ ചെന്നെത്തുന്നത് നൂറ്റാണ്ടുകളുടെ ജൈന ചരിത്രവും പ്രകൃതിയുടെ ശാന്തതയും മനോഹരമായ കാഴ്ചകളും ഒന്നുചേരുന്ന മധുരയിലെ ജൈന പൈതൃകം ഉറങ്ങുന്ന സമണർ മലയുടെ മുകളിലേക്കാണ്. പടികൾ കയറി ആദ്യം നമ്മൾ എത്തിച്ചേരുന്നത് പാറയിൽ ഒരേ നിരയിലായി കൊത്തിയെടുത്തിരിക്കുന്ന 8 മനോഹര ജൈന ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന പേച്ചിപ്പള്ളം എന്ന മലഞ്ചെരുവിലാണ്. പേച്ചി എന്നാൽ പ്രാദേശിക കാവൽ ദൈവമായ പേച്ചിയമ്മനും പള്ളം എന്നാൽ താഴ്ചയുള്ള സ്ഥലം അല്ലെങ്കിൽ കുളം എന്നുമാണ് അർത്ഥം. അതായത് പേച്ചിയമ്മൻ്റെ കുളം. പിൽക്കാലത്ത് ജൈനമതത്തിൻ്റെ സ്വാധീനം കുറഞ്ഞപ്പോൾ ഈ പ്രദേശം ഗ്രാമീണരുടെ ആരാധനാ കേന്ദ്രമായി മാറിയതിൻ്റെ തെളിവാണ് ഈ പേര്. 9-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ജൈന തീർത്ഥങ്കരന്മാരുടെ ബാസ് റിലീഫ് ശില്പങ്ങളാണ് ഇവ. ഒരു വലിയ കരിങ്കൽ ഭിത്തിയിൽ നിന്നോ പരന്ന ഒരു പാറയിൽ നിന്നോ പൂർണ്ണമായി വേർപെടുത്താതെ ആ പാറയുടെ പ്രതലത്തിൽ നിന്നും അല്പം മാത്രം മുന്നോട്ട് ഉന്തി നിൽക്കുന്ന രീതിയിൽ രൂപങ്ങൾ കൊത്തിവെക്കുന്ന രീതിയാണ് ബാസ് റിലീഫ്. ഈ ശില്പങ്ങൾക്ക് താഴേക്ക് ശ്രദ്ധിച്ചാൽ പുരാതനമായ വട്ടെഴുത്ത് ലിപിയിലുള്ള തമിഴ് ലിഖിതങ്ങൾ കാണാം. ഈ ശില്പങ്ങൾ കൊത്താൻ പണം നൽകിയ ഭക്തരെക്കുറിച്ചും ഈ ജൈനകേന്ദ്രം കാത്തു സൂക്ഷിച്ചിരുന്ന ഗുണസേന ദേവർ എന്ന പ്രശസ്ത ജൈന സന്യാസിയെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങളാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ കല്ലുകൾ നമ്മോട് വിളിച്ചു പറയുന്നത്. പേച്ചിപ്പള്ളത്തെ ശില്പങ്ങൾ കഴിഞ്ഞ് മലയുടെ ഏറ്റവും മുകളിലെത്തുമ്പോൾ കരിങ്കല്ലിൽ തീർത്ത ഒരു ചെറിയ മണ്ഡപത്തിൻ്റെ തറയും തകർന്ന ഭിത്തികളും തൂണുകളും കാണാം. ഇത് 9-ാം നൂറ്റാണ്ടിലോ അതിനു മുൻപോ ഇവിടെ തപസ് ചെയ്തിരുന്ന ജൈന സന്യാസിമാർക്കായി നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ പ്രാർത്ഥനാ മണ്ഡപമായിരുന്നു. മലയുടെ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമ്മെ സ്വീകരിക്കുക ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ കരിങ്കൽ തൂണാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ കാർത്തിക ദീപം നാളിൽ ഈ തൂണിന് മുകളിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കാറുണ്ട്. പണ്ടുകാലത്ത് രാത്രിയിൽ ദൂരദേശങ്ങളിൽ നിന്ന് മധുര ലക്ഷ്യമാക്കി വന്നിരുന്ന വ്യാപാരികൾക്ക് ഇതൊരു ലൈറ്റ് ഹൗസ് കൂടിയായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച നമ്മുടെ മനസ്സ് നിറയ്ക്കും. ഒരു വശത്ത് പച്ചവിരിച്ച നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ കീഴക്കുയിലക്കുടി ഗ്രാമം, മറുവശത്ത് ഒരു പാമ്പിനെ പോലെ നീണ്ടുകിടക്കുന്ന നാഗമല കുന്നുകൾ. കാലാവസ്ഥ തെളിഞ്ഞതാണെങ്കിൽ ദൂരെ പശ്ചിമഘട്ട മലനിരകളുടെ ആകാശം തൊടുന്ന രൂപരേഖയും ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഈ മലയുടെ അടിവാരത്ത് കുറച്ചുകൂടി മാറി ഒരു ജൈന ഗുഹാക്ഷേത്രം നിലകൊള്ളുന്നു. അവിടുത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.